dear friends, RRB Group D-യുടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ നന്നായിട്ട് നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഏതൊരു എക്സാം പ്രിപ്പറേഷനും നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഒരുവിധം കഴിഞ്ഞ് കാണും. അപ്പോൾ ഈ സമയത്ത് നിങ്ങളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഏത് ഏരിയാസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എവിടെയാണ് കുറച്ചും കൂടി വർക്ക് ചെയ്യേണ്ട ആവശ്യം, പിന്നെ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം ഓർമ്മയിൽ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ സ്പീഡും നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഈ സെഷനിൽ ഞാൻ വന്നിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അത് ജനറൽ അവയർനെസ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 30 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഈ സെഷൻ നമ്മൾ നോക്കാൻ പോകുന്നത്. 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്ലൈഡിൽ ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും, ക്വസ്റ്റ്യനും ഓപ്ഷൻസും കാണും. ആൻഡ് നെക്സ്റ്റ് സ്ലൈഡിലാണ് അതിൻ്റെ ആൻസേഴ്സും റിലേറ്റഡ് പോയിന്റ്സും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബുക്കും പെന്നൊക്കെ ആയിട്ട് ഇരിക്കുക ആൻഡ് ഓരോ ക്വസ്റ്റ്യനും എൻ്റെ കൂടെ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ സെഷൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എത്രത്തോളം നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ അറിയാം, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിൽ ഇനി നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ജനറൽ അവയർനെസ് പോർഷൻസ് ഉണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. നമുക്ക് ഹിസ്റ്ററിയിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഡാഷ് വാസ് ബോൺ ഇൻ ദ ഗ്രോവ് നെയ്മഡ് ലുംബിനി നിയർ ദ സിറ്റി ഓഫ് കപിലവസ്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഈ ആരുടെ കാര്യം നമ്മൾ ഈ പറയുന്നത്? ലുംബിനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഡാഷ് വാസ് ബോൺ ഇൻ ദ ഗ്രോവ് നെയ്മഡ് ലുംബിനി നിയർ ദ സിറ്റി ഓഫ് കപിലവസ്തു. ആരാണ്? ബിംബിസാരയാണോ, ഗൗതം ബുദ്ധയാണോ, അശോക ചക്രവർത്തിയാണോ, അതോ മഹാവീരാണോ? ആരാണ് ലുംബിനിയിൽ ജനിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് അല്ലേ. ഗൗതം ബുദ്ധയാണ് ലുംബിനിയിൽ ജനിച്ചത്. ബുദ്ധിസത്തിന്റെ ഫൗണ്ടറായ ഗൗതം ബുദ്ധ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഗൗതം ബുദ്ധ. ഓക്കെ, അപ്പോൾ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പതുക്കെ ഒന്നും പോവില്ല, പോയിന്റ്സ് ഒക്കെ റീഡ് ഔട്ട് ചെയ്ത് തരാം. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട്, എവിടെയെങ്കിലും പോയിന്റ്സ് നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് അത് എഴുതിയെടുക്കാവുന്നതാണ്. സോ നമുക്ക് സെഷനിലോട്ട് തിരിച്ചു വരാം. ഗൗതം ബുദ്ധ. അപ്പോൾ ഗൗതം ബുദ്ധ ആരായിരുന്നു? ഫൗണ്ടർ ഓഫ് ബുദ്ധിസം ആണ് ഗൗതം ബുദ്ധ. മഹാത്മാ ബുദ്ധ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇദ്ദേഹത്തിന്റെ ജനനം ലുംബിനി വനയിൽ, നേപ്പാളിലെ ലുംബിനി വനയിലാണ് 563 BC ഇൻ ശാക്യ ക്ഷത്രിയ ക്ലാൻ. അദ്ദേഹം ജനിച്ച ആ ഒരു ഫാമിലിയുടെ പേരാണ് ശാക്യ ക്ഷത്രിയ ക്ലാൻ. ആ ഒരു ഗ്രൂപ്പിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് സുധോധന, മാതാവിന്റെ പേര് മഹാമായ, ആൻഡ് അദ്ദേഹത്തിന്റെ വളർത്തമ്മയായിരുന്നു മഹാപ്രജാപതി ഗൗതമി. ഓക്കെ, സോ ഈ റിലേഷൻഷിപ്സ്, ഈ റിലേറ്റീവ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് യശോധര. അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു, അതാണ് രാഹുൽ. ഓക്കെ, സോ ഇതേപോലെ തന്നെ മഹാവീറിനെ പറ്റിയും പഠിച്ചു വെക്കുക കേട്ടോ, അതും ചോദിക്കാറുള്ളതാണ്. പിന്നെ ചോദിക്കാറുള്ള മറ്റൊരു പോയിന്റ് ആണ് മഹാത്മാ ബുദ്ധന്റെ കുതിരയുടെ പേര്, ഹോഴ്സിന്റെ പേര് എന്താണെന്ന്. കണ്ഠക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുതിരയുടെ പേര്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാരഥി, ചാരിറ്റിയറിന്റെ പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ചെന്ന എന്നാണ് അദ്ദേഹത്തിന്റെ ചാരിറ്റിയറിന്റെ പേര്. പിന്നെ ഗൗതം ബുദ്ധന്റെ തന്നെ മറ്റുള്ള പേരുകളായിരുന്നു ഗൗതമ, സിദ്ധാർത്ഥ, ശാക്യമുനി എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ റിലേറ്റഡ് പോയിന്റ്സിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണയായെന്നും വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ കെമിസ്ട്രിയിൽ നിന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ബിലോ ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ആസിഡ്? അപ്പോൾ ആസിഡിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. Their presence turns red litmus blue. They act as electrolyte in solution. They corrode metal surfaces slowly. Their presence turns blue litmus red. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഇതും ഇതിലും ഏതെങ്കിലും ഒന്നായിരിക്കും അല്ലേ. കാരണം ഒരു സാധനത്തിന് ഇങ്ങോട്ടും അങ്ങോട്ടും ആക്കാൻ പറ്റില്ലല്ലോ. ആസിഡിന് ബ്ലൂ ലിറ്റ്മസ് റെഡും റെഡ് ലിറ്റ്മസ് ബ്ലൂ രണ്ടും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നാണ്. ഏതാണ്? നമ്മൾ കോഡ് എപ്പോഴും പഠിച്ചു വെക്കുന്നതാണ് അല്ലെ. കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചു വെക്കുന്ന കോഡാണ് ABR. എന്താണ് ഈ ABR എന്ന് പറയുന്നത്? ആസിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. അപ്പോൾ ആസിഡ് എന്താ ചെയ്യുന്നത്? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ ഇൻ ദ പ്രസൻസ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ എന്നുള്ളതാണ് തെറ്റായ ആൻസർ. ഇറ്റ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ആസിഡ്. ആസിഡ് എന്താണ് ചെയ്യുന്നത്? ആസിഡ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ബേസ് ആണ് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നത്. ഓക്കെ, സോ ദ പ്രസൻസ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ എന്ന് പറയുന്ന പോയിന്റ് തെറ്റാണ്. ആസിഡിനെ പറ്റിയുള്ള പോയിന്റ് തെറ്റാണ്. ന്യൂട്രൽ ആണെങ്കിൽ എന്താണ്? ലിറ്റ്മസ് പേപ്പർ കളർ മാറത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് ന്യൂട്രൽ ആണ്, റെഡ് ആയിട്ടും ബ്ലൂ ആയിട്ടും ഇരിക്കും. ആസിഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ആസിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. കേട്ടോ, ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയി മാറി. ബേസ് ആണെങ്കിലോ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയി മാറുന്നു. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഫിസിക്സിൽ നിന്നാണ്.
A passenger falls in the forward direction when the moving bus applies brake to stop and falls backward when it accelerates from rest. നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളെല്ലാവരും മുന്നോട്ട് പോകും അല്ലേ. അതേപോലെ ഇരിക്കുന്ന സമയത്ത് കുറേ നേരം നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ ബസ് ഇങ്ങനെ കിടന്നിട്ട് പെട്ടെന്ന് ബസ് എടുക്കുമ്പോൾ നമ്മൾ പുറകോട്ട് പോകും അല്ലേ. ഇതിനെ എന്താ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ സ്കൂളിലൊക്കെ വെച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഫിസിക്സിൽ. എന്താണിത്? ഇനേർഷ്യ എന്നാണ് പറയുന്നത്. ഇതിനെ എന്താ പറയുക? ഇനേർഷ്യ. ഓപ്ഷൻ സി, ഇനേർഷ്യ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ബോഡി ബാക്കിലോട്ട് പോകുന്നതും, അതുപോലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ബാക്കിലോട്ട് പോകുന്നതും, ഈ പ്രോസസ്സിനെ നമ്മൾ ഇനേർഷ്യ എന്നാണ് പറയുന്നത്. So inertia is the property of matter that causes it to resist change in velocity, okay, speed and or direction. Now മറ്റുള്ള ഓപ്ഷൻസ് ആയിരുന്നു ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്, മൊമെന്റം. ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു വസ്തുവിൽ ഫോഴ്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിൽക്കും, നിൽക്കുന്നതാണെങ്കിൽ ഓടും അല്ലേ. അപ്പോൾ ഫോഴ്സ് ഇസ് ആൻ എക്സ്റ്റേണൽ ഏജന്റ് കേപ്പബിൾ ഓഫ് ചേഞ്ചിങ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എ പെർട്ടിക്കുലർ ഓബ്ജെക്ട് ഓർ ബോഡി. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ് ചെയ്തു എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് അതിന്റെ പൊസിഷൻ മാറ്റുന്നു അല്ലേ. അപ്പോൾ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഓബ്ജെക്ട്. Momentum of an object, it is defined as the product. It's a product of mass and velocity with which the object is moving. Okay, അപ്പോൾ മൂവിങ് ഓബ്ജക്റ്റിന്റെ മാസും അതിന്റെ വെലോസിറ്റിയും തമ്മിലുള്ള പ്രോഡക്റ്റിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം നോക്കാം. വീണ്ടും ഫിസിക്സിൽ നിന്നാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡിറക്ഷൻ? സോ എന്താണത്? നമുക്കറിയാം, നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസും അതുപോലെ സ്കേലാർ ക്വാണ്ടിറ്റീസും ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സ്കേലാർ ക്വാണ്ടിറ്റീസിന് ഡിറക്ഷൻ ഉണ്ടാവില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഈ കൊടുത്തിരിക്കുന്നതിൽ സ്കേലാർ ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി ആണോ, ഫോഴ്സ് ആണോ, വർക്ക് ആണോ, അതോ മൊമെന്റം ആണോ? ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി, വർക്കാണ്. വർക്ക് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. സോ വർക്ക് ആണ് ശരിയായ ഉത്തരം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡിറക്ഷൻ, ഇതിനാണ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ ആണ് ഡിസ്റ്റൻസ്, സ്പീഡ്, വർക്ക്, ടെമ്പറേച്ചർ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ സ്കേലാറും വെക്ടറിൻ്റെയും എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് വെക്ടേഴ്സും അതുപോലെ തന്നെ സ്കേലാർ യൂണിറ്റ്സും സ്കേലാർ ക്വാണ്ടിറ്റീസും ഏതൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ വെക്ടേഴ്സിൽ വരുന്നതാണ് ലിഫ്റ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെയിറ്റ്, ഡ്രാഗ്, ഫോഴ്സ്, മൊമെന്റം, ആക്സലറേഷൻ, വെലോസിറ്റി. ഇതൊക്കെ വെക്ടേഴ്സ് ആണ്. വെക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡിറക്ഷനും ഉണ്ട്. സ്കേലാർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസ് ആണ് ടൈം, ഡിസ്റ്റൻസ്, മാസ്, ഏരിയ, ഡെൻസിറ്റി, വർക്ക്, ടെമ്പറേച്ചർ, സ്പീഡ്, എനർജി ആൻഡ് പവർ. ഇതെല്ലാം തന്നെ ഇതിനൊന്നിനും ഡിറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഡാഷ് ഇസ് എ കോസ്റ്റൽ സ്റ്റേറ്റ് ഓൺ ദ വെസ്റ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ വെസ്റ്റിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സൈഡിൽ വരണം അല്ലേ. ഇപ്പുറത്തെ സൈഡിലാണ് വെസ്റ്റ് വരുന്നത്. അപ്പോൾ വെസ്റ്റിൽ വരുന്ന കോസ്റ്റൽ സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തമിഴ്നാടു ആണോ? അല്ല, തമിഴ്നാടു ഈസ്റ്റിലാണ് വരുന്നത്. വെസ്റ്റ് ബംഗാളും ഈസ്റ്റിലാണ് വരുന്നത്. പിന്നെ രാജസ്ഥാൻ ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് അല്ല അല്ലേ. കോസ്റ്റൽ ഒന്നുമില്ല അതിന്, അപ്പോൾ രാജസ്ഥാനും അല്ല. ശരിയായ ഉത്തരം എന്താണ്? ഗോവ ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണ്. ഇന്ത്യയുടെ കോസ്റ്റൽ സ്റ്റേറ്റ് ആണ്. വെസ്റ്റേൺ സൈഡിൽ വരുന്ന കോസ്റ്റൽ സ്റ്റേറ്റ് ആണ് ഗോവയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. നമ്മൾ ഗോവയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗോവയെ പറ്റിയുള്ള ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. സ്മോളസ്റ്റ് സ്റ്റേറ്റ് ആണ് ഇന്ത്യയുടെ അല്ലേ. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആണ് ഗോവ എന്ന് പറയുന്നത്. ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സ്റ്റേറ്റ് ആണ് ഗോവ. ഗോവ ഈസ് ദ ഓൺലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഹാവ് എ യൂണിഫോം സിവിൽ കോഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓൺലി സ്റ്റേറ്റ് ടു ഹാവ് എ യൂണിഫോം സിവിൽ കോഡ്. എല്ലാവർക്കും സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ക്രീഡ് ഒക്കെ. ഓക്കെ, സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് വരുന്നത്. അവിടെ റിലീജിയൻ ഒന്നും അവർ മാറ്റർ ചെയ്യത്തില്ല. വാസ് എ പോർച്ചുഗീസ് കോളനി. നമുക്ക് എല്ലാവർക്കും അറിയാം 1961 വരെ ഗോവ ഒരു പോർച്ചുഗീസ് കോളനി ആയിരുന്നു. അതിനുശേഷം ഒരു ആർമി ഓപ്പറേഷൻ വഴി, ആ ഓപ്പറേഷൻ്റെ പേരെന്തായിരുന്നു? ഓപ്പറേഷൻ വിജയ് വഴിയാണ് ഗോവയെ നമ്മൾ ഇന്ത്യയുടെ ഭാഗമാക്കിയത്. ഗോവ ഏത് സ്റ്റേറ്റിൻ്റെ ജൂറിസ്ഡിക്ഷനിലാണ് വരുന്നത്? ഗോവയ്ക്ക് സ്വന്തമായിട്ട് ഹൈക്കോർട്ടില്ല. ഗോവ വരുന്നത് ബോംബെ ഹൈക്കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ്റെ അണ്ടറാണ്.
പിന്നെ അതുപോലെ തന്നെ ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ പെർമനന്റ് വെന്യൂ ആണ്. ഓക്കെ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ പെർമനന്റ് വെന്യൂ ആണ് ഗോവ. ഓക്കെ, അപ്പോൾ ഗോവയെ പറ്റിയുള്ള ഇത്രയും പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇസ് എ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ടീ? ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ടീ ഏത് സ്റ്റേറ്റ് ആണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അസ്സാം ആണ്. ഓക്കെ, അസ്സാം ഇസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ടീ ഇൻ ഇന്ത്യ. സോ ശരിയായ ഉത്തരം അസ്സാം ആണ്. അസ്സാം ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ ആൻഡ് അസ്സാമിന് ശേഷം വെസ്റ്റ് ബംഗാൾ ആണ് വരുന്നത്. ഓക്കെ, വെസ്റ്റ് ബംഗാൾ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ. വെസ്റ്റ് ബംഗാൾ ആണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ്. ഓക്കെ, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് വെസ്റ്റ് ബംഗാൾ ആണ്. അപ്പോൾ വീറ്റിൻ്റെയോ ഉത്തർപ്രദേശ് ആണ് വീറ്റിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. പിന്നെ ടീൻ്റെ നമ്മൾ പറഞ്ഞു അസ്സാം ആണെന്നുള്ളത്. ആസാം ടീ ഒക്കെ ഉണ്ടാവും അല്ലേ, അസ്സാം വാലി ടീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടീ ഒക്കെ കിട്ടും. അപ്പോൾ ആസാം ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ ആണ്. അപ്പോൾ കോഫിയുടെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരാണ്? കർണാടകയാണ്. ഓക്കെ, കർണാടകയാണ് കോഫിയുടെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇൻ ഇന്ത്യ. അപ്പോൾ ടീ, കോഫി, റൈസ്, വീറ്റ് നമ്മൾ 4 എണ്ണമാണ് ഈ സെഷനിൽ ഇത് ഈ ഒരു ക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടിരിക്കുന്നത്. സോ ടീൻ്റെ അസ്സാം ആണ്, കോഫിയുടെ കർണാടകയാണ്, റൈസിൻ്റെ വെസ്റ്റ് ബംഗാൾ ആണ് ആൻഡ് വീറ്റിൻ്റെ ആരാണ്? ഉത്തർപ്രദേശ് ആണ്. എഡ്വിൻ ല്യൂട്ടിയൻ ആരായിരുന്നു? ഡിസൈൻഡ് എ പാർട്ട് ഓഫ് ഡൽഹി. ഓക്കെ, ഇദ്ദേഹമാണ് ഡൽഹി നമ്മുടെ ക്യാപിറ്റൽ ഡൽഹി ആയി മാറ്റിയപ്പോൾ 1911 ഈ ഡൽഹിയെ ക്യാപിറ്റലായി മാറ്റുന്നു എന്ന് ഡിക്ലെയർ ചെയ്ത ശേഷം അപ്പോൾ ക്യാപിറ്റൽ ആക്കുമ്പോഴേക്കും അത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ അതിനു വേണ്ടി അത് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് എഡ്വിൻ ല്യൂട്ടിയൻ. സോ ഹി ഡിസൈൻഡ് എ പാർട്ട് ഓഫ് ഡൽഹി ബിറ്റ്വീൻ 1912 ടു വിച്ച് ഇയർ? ഏത് വർഷത്തിനിടയിലാണ് അദ്ദേഹം ഡൽഹി ഡിസൈൻ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1912 തൊട്ട് 19 എപ്പോൾ വരെയാണ്? 1923 ആണോ? 1901 എന്തായാലും വരില്ല അല്ലേ, പുറകോട്ട് പോവില്ലല്ലോ, അപ്പോൾ ഇത് വരത്തില്ല. 1910 വരില്ല. പിന്നെ 1931 ആണ് ശരിയായ ഉത്തരം. ഓക്കെ, 1912 തൊട്ട് 1931 വരെയാണ് ഇദ്ദേഹം ഡൽഹി ഡിസൈൻ ചെയ്തത്. സോ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ന്യൂ ഡൽഹി വാസ് ലെയ്ഡ് ബൈ ജോർജ് V ഡ്യൂറിങ് ഡൽഹി ദർബാർ ഇൻ 1911. ഓക്കെ, 1911 സംഭവിച്ച 2 കാര്യങ്ങൾ, 2 മെയിൻ ഡെക്ലറേഷൻസ് ഡൽഹി ദർബാറിൽ വെച്ച് നടന്നതിൽ ഒന്നായിരുന്നു നമ്മുടെ ബംഗാൾ പാർട്ടീഷൻ ക്യാൻസൽ ചെയ്തു എന്നുള്ളത്, രണ്ടാമത്തത് ഡൽഹിയെ ക്യാപിറ്റലാക്കി. അതുവരെ കാൽക്കട്ട ആയിരുന്നു ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ ഇതിനുശേഷം 1911 ഡിക്ലെയർ ചെയ്തു ഡൽഹി ആയിരിക്കും ഇനി മുതൽ ക്യാപിറ്റൽ എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം ഡിസൈൻ ചെയ്യാനായിട്ട് 1912 എഡ്വിൻ ല്യൂട്ടിയനും ഹെർബർട്ട് ബെക്കറും വന്നു. ഓക്കെ, എഡ്വിൻ ല്യൂട്ടിയനും ഹെർബർട്ട് ബെക്കറും വന്നു. ദ ന്യൂ ക്യാപിറ്റൽ വാസ് ഇനോഗ്രേറ്റഡ്. ഇതിനുശേഷം എന്നാണ് ഇനോഗ്രേറ്റ് ചെയ്തത്? 13th February 1931 ഓക്കെ, അപ്പോൾ 13th February 1931 ക്യാപിറ്റൽ ഇനോഗ്രേറ്റ് ചെയ്തത്. ആരാ ഇനോഗ്രേറ്റ് ചെയ്തത്? വൈസ്രോയ് ആൻഡ് ഗവർണർ ജനറൽ ഇർവിൻ ആണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. വിച്ച് ഓഫ് ദീസ് ഇസ് നോട്ട് ആൻ ആൽക്കലൈൻ എർത്ത് മെറ്റൽ? ഈ കൊടുത്തിരിക്കുന്നതിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽ അല്ലാത്തത് ഏതാണെന്നാണ്. വീണ്ടും കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ അല്ലാത്തത്? മെഗ്നീഷ്യം, ബെറിലിയം, പൊട്ടാസ്യം ഓർ കാൽഷ്യം? ഏതാണിതിൽ? ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി, പൊട്ടാസ്യം ഒരു ആൽക്കലൈൻ എർത്ത് മെറ്റലിൽ വരുന്നതല്ല. ഓക്കെ, സോ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് എലിമെന്റ്സ് ആണ്. ഫസ്റ്റ് വൺ മെറ്റൽസ് ആണ്, അത് കഴിഞ്ഞ് വരുന്ന ആൽക്കലി മെറ്റൽസ് ആണ്, അതിൻ്റെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് വരുന്നുണ്ട്. സോ സെക്കൻഡ് ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്. ഓക്സൈഡ്സ് ഓഫ് ദീസ് എലിമെന്റ്സ് ആർ ഫൗണ്ട് ഇൻ എർത്ത്സ് ക്രസ്റ്റ്, ഫോം ആൽക്കലീസ് വിത്ത് വാട്ടർ, ഹാർഡർ ദാൻ ആൽക്കലി മെറ്റൽസ്, അയോണിക് ഇൻ നേച്ചർ. ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് റേഡിയം. ഇതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ വരുന്ന എലിമെന്റ്സ്. ഏതൊക്കെയാണ്? ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഓക്കെ, M. Natarajan, a prominent personality in Tamil Nadu politics, passed away recently. He was, so M. Natarajan, ആരായിരുന്നു M. Natarajan? അദ്ദേഹം തമിഴ്നാട് പൊളിറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം റീസെൻ്റ്ലി അന്തരിച്ചു. സോ ഇദ്ദേഹം ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജയലളിതാസ് നെഫ്യൂ, ശശികലാസ് ഹസ്ബൻഡ്, ജയലളിതാസ് ബ്രദർ ഓർ ശശികലാസ് ബ്രദർ ആരായിരുന്നു? ഇദ്ദേഹം ശശികലാസ് ഹസ്ബൻഡ് ആയിരുന്നു. ഓക്കെ, ശശികലയുടെ ഹസ്ബൻഡ് ആയിരുന്നു M. Natarajan. സോ ഇദ്ദേഹമാണ് M. Natarajan, ശശികലയുടെ ഹസ്ബൻഡ് ആയിരുന്നു. 10ാമത്തെ ചോദ്യം നോക്കാം. ദ കെമിക്കൽ ഫോർമുല ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. വീണ്ടും കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യം. സോ കെമിക്കൽ ഫോർമുല ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്?
CaSO4 half H2O ആണ്. ഓക്കെ, CaSO4 half H2O ആണ്. MgSO4 അല്ല, FeSO4 അല്ല, CaSO4 2H2O അല്ല. ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, CaSO4 half H2O ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. 11ാമത്തെ ചോദ്യം. ദ പ്രസ്റ്റീജിയസ് അർജുന അവാർഡ്, എല്ലാവർക്കും അറിയാം അർജുന അവാർഡ് നമ്മൾ സ്പോർട്സിന് വേണ്ടി ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ സ്പോർട്സിന് വേണ്ടി കൊടുക്കുന്നതാണ് അർജുന അവാർഡ്. സോ അർജുന അവാർഡ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് അർജുന അവാർഡ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1961 ആണോ, 71 ആണോ, 81 ആണോ, 91 ആണോ? ശരിയായ ഉത്തരം 1961ലാണ്. 1961ലാണ് അർജുന അവാർഡ് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഓണർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഹയസ്റ്റ് ഏതാണ്? നമ്മൾ നേരത്തെ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ റീസെൻ്റ്ലി പേര് മാറ്റി മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാക്കിയ അവാർഡാണ് ഹയസ്റ്റ് അവാർഡ്സ് സ്പോർട്സിൽ. സെക്കൻഡ് ഹയസ്റ്റ് ആണ് അർജുന അവാർഡ്. ഓക്കെ, 1961ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് അർജുന അവാർഡ്. ബേസിക്കലി നമ്മുടെ മഹാഭാരതത്തിലെ അർജുനൻ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, Who among the following was the Foreign Secretary of India in 2017? 2017 ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അശോക് ഖേംക, എസ് ദാസ് ഗുപ്ത, എസ് ജയശങ്കർ ഓർ പവൻ വർമ്മ? ഇതിൽ ആരായിരുന്നു ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ ഇൻ 2017? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, എസ് ജയശങ്കർ ആണ്. ജയശങ്കർ ആയിരുന്നു 2017 ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ. ഓക്കെ, ഇപ്പോൾ പ്രസന്റ്ലി അദ്ദേഹം ആരാണ്? എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ്. സോ ഹി ഈസ് കറന്റ്ലി ദ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. കറന്റ് ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ ആരാണ്? അപ്പോൾ വിജയ് മോഹൻ ക്വാത്രയാണ്. ഓക്കെ, വിജയ് മോഹൻ ക്വാത്രയാണ് പ്രസന്റ് ഫോറിൻ സെക്രട്ടറി. എസ് ജയശങ്കർ ഇദ്ദേഹം ആയിരുന്നു നേരത്തെ, ഇദ്ദേഹം ഇപ്പോൾ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആയി. 13ാമത്തെ ചോദ്യം ബയോളജിയിൽ നിന്നാണ്. ഇൻവോളണ്ടറി ആക്ഷൻസ് ഇൻക്ലൂഡിംഗ് ബ്ലഡ് പ്രഷർ, സലൈവേഷൻ, വോമിറ്റിംഗ്, ഇതെല്ലാം തന്നെ ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. എന്താണ് ഇൻവോളണ്ടറി ആക്ഷൻ എന്ന് വെച്ചാൽ? നമ്മുടെ കൺട്രോളിൽ അല്ലാത്തത്. ഓക്കെ, നമ്മളല്ല അതിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ, സലൈവേഷൻ, വോമിറ്റിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. സോ ഈ ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രെയിനിന്റെ ഏത് പാർട്ടാണ്? സ്പൈനൽ കോഡ് ആണോ, പോൺസ് ആണോ, സെറിബെല്ലം ആണോ, അതോ മെഡുല ഒബ്ലോങ്കേറ്റ ആണോ? ശരിയായ ഉത്തരം ഇൻവോളണ്ടറി ആക്ഷൻസ്, നമ്മുടെ ബോഡിയിലെ ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. ഓപ്ഷൻ ഡി, മെഡുല ഒബ്ലോങ്കേറ്റയാണ് നമ്മുടെ ബോഡിയിലെ ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. സോ മെഡുല ഒബ്ലോങ്കേറ്റയാണ്. സെറിബ്രം ആണ് വോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. മെഡുല ഒബ്ലോങ്കേറ്റ ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നു. വോളണ്ടറി ആക്ഷൻസ് ലൈക്ക് നമ്മൾ കയ്യും കാലൊക്കെ മൂവ് ചെയ്യുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു, ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് സെറിബ്രമാണ്. ഓക്കെ, വോളണ്ടറി ആക്ഷൻസ് സെറിബ്രമാണ്, ഇൻവോളണ്ടറി ആക്ഷൻസ് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. ഹൈപ്പോതലാമസ് എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഹങ്കർ, തേഴ്സ്റ്റ്, തെർമോ റെഗുലേറ്ററി സെന്റേഴ്സും അതുപോലെ മൂഡ് ആൻഡ് ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. സെറിബ്രമാണ് നമ്മൾ നേരത്തെ വോളണ്ടറി ആക്ഷൻസ് എന്ന് പറഞ്ഞത്. എന്നാൽ സെറിബെല്ലം, നമ്മൾ ലിറ്റിൽ ബ്രെയിൻ എന്ന് പറയുന്നത് സെറിബെല്ലം എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? കോർഡിനേറ്റ്സ് ദ മസ്കുലർ മൂവ്മെന്റ്സ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ പോസ്ചർ. ഓക്കെ, ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ മസ്കുലർ മൂവ്മെന്റ് കോർഡിനേറ്റ് ചെയ്യാം. നമ്മൾ നടക്കുമ്പോൾ നമുക്ക് നേരെ നടക്കാൻ പറ്റുക, അല്ലേ? വെറുതെ നടന്നാൽ പോരല്ലോ, നമ്മൾ നേരെ നടക്കുക, നമ്മുടെ മൂവ്മെന്റ് കോർഡിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പോസ്ചർ, നമ്മൾ നിൽക്കുമ്പോൾ ഇരിക്കുമ്പോൾ അത് നമുക്ക് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുക, ആ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ഇതെല്ലാം സെറിബെല്ലമാണ് ചെയ്യുന്നത്. നമ്മൾ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെറിബെല്ലമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഏത് പാർട്ടാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആൽക്കഹോൾ കുടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല, അല്ലേ? നമ്മൾ ആടാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന സമയത്തും നമുക്ക് നേരെ നടക്കാൻ പറ്റില്ല, അതായത് മസ്കുലർ മൂവ്മെന്റ്സ് കോർഡിനേറ്റഡ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യരുതെന്ന് പറയുന്നത്. കാരണം നമ്മുടെ മസ്കുലർ മൂവ്മെന്റ്സ് ഒന്നും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, സെറിബെല്ലം അഫക്റ്റഡ് ആകുന്നത് കൊണ്ട്. സോ മെഡുല ഒബ്ലോങ്കേറ്റ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി, ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതാണ് മെഡുല ഒബ്ലോങ്കേറ്റ. 14ാമത്തെ ചോദ്യം. Which of the following hormones is secreted by the pituitary to start the ovulation process?
സോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ഓവുലേഷൻ പ്രോസസ്സ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിറ്റുവിറ്ററിയിൽ നിന്ന് വരുന്ന ഏത് ഹോർമോണാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ല്യൂട്ടിനൈസിങ് ഹോർമോൺ ആണോ, തൈറോയിഡ് ആണോ, പ്രൊജസ്ട്രോൺ ആണോ, അത് ഈസ്ട്രോജൻ ആണോ? ശരിയായ ഉത്തരം എന്താണ്? പിറ്റുവിറ്ററിയിൽ നിന്ന് വരുന്ന ല്യൂട്ടിനൈസിങ് ഹോർമോൺ ആണ്. ഓക്കെ, ല്യൂട്ടിനൈസിങ് ഹോർമോൺ ആണ് ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിറ്റുവിറ്ററിയിൽ നിന്ന് വരുന്ന ല്യൂട്ടിനൈസിങ് ഹോർമോൺ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഞാൻ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫ്ലോ ചാർട്ട് കാണിച്ചു തരാം. സോ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ പിറ്റുവിറ്ററി ടു സ്റ്റാർട്ട് ദ ഓവുലേഷൻ പ്രോസസ് ഏതാണ്? ല്യൂട്ടിനൈസിങ് ഹോർമോൺ ആണ്. സി ഫസ്റ്റ് ഹൈപ്പോഥലാമസ്. ഹൈപ്പോഥലാമസിൽ നിന്ന് ഗൊണാഡോട്രോപ്പിക് റിലീസിങ് ഹോർമോൺ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പിറ്റുവിറ്ററിയെ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഹൈപ്പോതലാമസിൽ നിന്ന് നമുക്ക് റിലീസിങ് ഹോർമോൺസും ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും വരും. അപ്പോൾ ഇതൊരു റിലീസിങ് ഹോർമോൺ ആണ്. അപ്പോൾ ഗൊണാഡോട്രോപ്പിക് റിലീസിങ് ഹോർമോൺ പിറ്റുവിറ്ററിയിൽ എത്തിക്കഴിയുമ്പോൾ പിറ്റുവിറ്ററി 2 ഹോർമോൺസ് റിലീസ് ചെയ്യും. ആദ്യം ല്യൂട്ടിനൈസിങ് ഹോർമോൺ, പിന്നീട് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, സി ല്യൂട്ടിനൈസിങ് ഹോർമോൺ അതാണ് LH എന്ന് പറയുന്നത്, FSH എന്ന് പറയുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സോ ഇത് രണ്ടും റിലീസ് ചെയ്യും. ഇത് രണ്ടും ഓവറിയിൽ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ഒവേരിയൻ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നതും അത് ഓവം റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ സഹായിക്കുന്ന ഓവറി റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും, വിച്ച് ആക്ട് അപ്പോൺ യൂട്രസ് ആൻഡ് യൂട്രസിനെ പ്രിപ്പയർ ചെയ്യും, പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഫ്ലോ ചാർട്ട്. ഹൈപ്പോതലാമസിൽ നിന്ന് ഗൊണാഡോട്രോപ്പിക് റിലീസിങ് ഹോർമോൺ വരുന്നു, പിറ്റുവിറ്ററിയിൽ എത്തുന്നു, പിറ്റുവിറ്ററി LHും FSHും ല്യൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും സെക്രീറ്റ് ചെയ്യുന്നു. ഓവറിയിൽ എത്തുന്നു, ഓവറി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് യൂട്രസിനെ പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് കംപ്ലീറ്റ് ഫ്ലോ ചാർട്ട്. ഇതിൽ ഈ കാണിക്കുന്നത് പ്രൊജസ്ട്രോൺ ലോ ആകുമ്പോൾ, ഓക്കെ, പ്രൊജസ്ട്രോൺ ലോ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹൈ ആകുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ബിക്കോസ് നമുക്കറിയാം അതിൻ്റെ ആ ഒരു ഹോമിയോസ്റ്റാസിസ് അങ്ങനെയാണ്, ബാലൻസ് അങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 15ാമത്തെ ചോദ്യം. Who has won the Lifetime Achievement Award in Political and Public Life at UK 2018? ആർക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിയത് ഇൻ പൊളിറ്റിക്കൽ ആൻഡ് പബ്ലിക് ലൈഫ് അറ്റ് UK 2018? രാജ്നാഥ് സിംഗ്, അരുൺ ജെയ്റ്റ്ലി, ശത്രുഘ്ൻ സിൻഹ ഓർ യശ്വന്ത് സിൻഹ? ആർക്കാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശത്രുഘ്ൻ സിൻഹയ്ക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇൻ പൊളിറ്റിക്കൽ ആൻഡ് പബ്ലിക് ലൈഫ് അറ്റ് UK 2018 ലഭിച്ചത്. സോ ഇതൊരു ആനുവൽ അവാർഡാണ്. ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് ബ്രിട്ടൻസ് ഏഷ്യൻ വോയിസ് വീക്ക്ലി ന്യൂസ് പേപ്പറാണ്. ബ്രിട്ടൻസ് ഏഷ്യൻ വോയിസ് വീക്ക്ലി ന്യൂസ് പേപ്പറാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? ഇൻഡിവിജ്വൽസ് ഹു ഹാവ് മേഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ പബ്ലിക് ലൈഫ് ഓർ മേഡ് എ ഡിഫറൻസ് ഇൻ ദിയർ ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ അവാർഡ് 2018 ലഭിച്ചത് ശത്രുഘ്ൻ സിൻഹയ്ക്കാണ്. Which Indian state has won Geospatial World Excellence Award 2018 for successful IT application? Geospatial World Excellence Award 2018 ഏത് ഇന്ത്യൻ സ്റ്റേറ്റിനാണ് ലഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഒഡീഷയ്ക്കായിരുന്നു. ഓക്കെ, ഒഡീഷയ്ക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. ഇതെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ജിയോസ്പേഷ്യൽ വേൾഡ് അവാർഡ് എന്ന് പറയുന്നത് 2009 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ്സ് ആൻ ഇന്റർനാഷണലി അക്ലെയിംഡ് പ്രൈവറ്റ് അവാർഡ് റെക്കഗ്നൈസിംഗ് എക്സംപ്ലറി ഇന്നോവേഷൻസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ദ ഗ്ലോബൽ ജിയോസ്പേഷ്യൽ ഇൻഡസ്ട്രി. 2022 ഇത് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഈ അവാർഡ് ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആർക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിനാണ് കൊടുത്തത്. ഇന്ത്യയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കാണ് ഇത് കൊടുത്തത്. എക്സലൻസ് ഇൻ ലാൻഡ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണിത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 17ാമത്തെ ചോദ്യം നോക്കാം. ലെമൺ ജ്യൂസ് ഹാസ് എ pH ഓഫ്. ലെമൺ ജ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് സിട്രിക് ആസിഡ് ആണുള്ളത്. അപ്പോൾ എസിഡിക് ആണ് ബേസിക്കലി അല്ലേ. നാരങ്ങ നീര് എന്ന് പറയുന്നത് എസിഡിക് ഇൻ നേച്ചറാണ്. സോ ഇതിൻ്റെ pH എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ 7 എന്ന് പറയുന്നത് ന്യൂട്രൽ pH ആണ്. 7ൽ കുറവുള്ളതാണ് എസിഡിക് ആൻഡ് 7ൽ കൂടുതലുള്ളത് ബേസിക് ആണ്. സോ ഇതിൽ ഓട്ടോമാറ്റിക്കലി 8 വരില്ല, 12 വരില്ല. ഓക്കെ, പിന്നെ ലെമൺ ജ്യൂസിൻ്റെ pH എത്രയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 2 to 3 ആണ്. ഓക്കെ, അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 ആണ്. ഓക്കെ, 2 to 3 ആയിരിക്കും ലെമൺ ജ്യൂസിൻ്റെ pH എന്ന് പറയുന്നത്. 18ാമത്തെ ചോദ്യം. Who is the first woman in the world to have swam across sea channels of 5 continents? Okay, so first women
in the world who swam across sea channels of 5 continents. ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ആരാണ്? ഓപ്ഷൻ എ വാണിയ കപൂർ അച്യുതൻ, ഓപ്ഷൻ ബി നഫീസ അലി, ഓപ്ഷൻ സി ബുല ചൗധരി, ഓപ്ഷൻ ഡി ദാമിനി ഗൗഡ. ഇതിൽ ആരായിരുന്നു ഫസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് ടു സ്വാം അക്രോസ് ദ ചാനൽസ് ഓഫ് 5 കോണ്ടിനെന്റ്സ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ബുല ചൗധരിയാണ്. ഓക്കെ, ബുല ചൗധരിയാണ്. സോ ഇതാണ് ബുല ചൗധരി. ഫസ്റ്റ് വിമൻ ടു ക്രോസ് 7 seas ആണ്. ട്വൈസ് സ്വാം ദി ഇംഗ്ലീഷ് ചാനൽ, ഫസ്റ്റ് ഇൻ 1989 ആൻഡ് അഗെയിൻ ഇൻ 1999. ഓക്കെ, ഇംഗ്ലീഷ് ചാനൽ 2 പ്രാവശ്യം നീന്തി കിടന്നിട്ടുണ്ട്. അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് 1990, പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തേൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ് 2002 ലഭിച്ചിട്ടുണ്ട്. 19ാമത്തെ ചോദ്യം. ഡാഷ് ബാംഗ്ലാദേശ് ആൻഡ് ഡാഷ്. ഓക്കെ, 3 സ്ഥലങ്ങളാണ്. ഡാഷ് ബാംഗ്ലാദേശ് ആൻഡ് ഡാഷ് ഹാവ് സൈൻഡ് ട്രൈപാർട്ടേറ്റ് മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. MOU എന്ന് പറയുന്നത് മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. ട്രൈപാർട്ടേറ്റ് മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഫോർ കോപ്പറേഷൻ ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് റൂപൂർ ന്യൂക്ലിയർ പ്ലാന്റ് നിയർ ഢാക്ക, ബാംഗ്ലാദേശ്. ഓക്കെ, അപ്പോൾ ഢാക്ക ബാംഗ്ലാദേശിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ആണ് റൂപൂർ എന്ന് പറയുന്നത്. റൂപൂർ ന്യൂക്ലിയർ പ്ലാന്റ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണത്. ബൈ 2003 അത് സ്റ്റാർട്ട് ആവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ബാംഗ്ലാദേശിലാണിത്. അപ്പോൾ ബാംഗ്ലാദേശിന് ഇതിനെ സഹായിക്കാനായിട്ട് 2 കൺട്രീസ് ഉണ്ട്. ഏതാണ് ഈ 2 കൺട്രീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയും ജർമ്മനിയുമാണോ, ഇന്ത്യയും റഷ്യയുമാണോ, ഇന്ത്യ നേപ്പാളാണോ, അത് ഇന്ത്യ ജപ്പാനാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയും റഷ്യയുമാണ്. All these 3 countries, India, Russia, Bangladesh, they have signed tripartite MOU for cooperation construction of Rupur nuclear plant near Dhaka, Bangladesh. So it will be Bangladesh first nuclear power plant. Okay, അപ്പോൾ ബംഗ്ലാദേശിലെ ആദ്യത്തെ പവർ പ്ലാന്റ് ആയിരിക്കും ഇത്. And the first of the 2 units are expected to go into operation by 2003 ഇത് സ്റ്റാർട്ട് ആവും എന്നാണ് വിശ്വസിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടർ ആൻഡ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, ഇതെല്ലാം റഷ്യൻ കമ്പനീസ് ആണ് ബിൽഡ് ചെയ്യുന്നത്. ഇന്ത്യ ആൻഡ് ബാംഗ്ലാദേശിൻ്റെ നോൺ ക്രിട്ടിക്കൽ കൺസ്ട്രക്ഷൻ വർക്കിലാണ് മെയിൻലി ഇൻവോൾവ് ആയിരിക്കുന്നത്. ബാംഗ്ലാദേശിൻ്റെ അതായത് നോൺ ക്രിട്ടിക്കൽ കൺസ്ട്രക്ഷൻ വർക്ക് വിൽ ബി ഡൺ ബൈ എ ജോയിൻറ്റ് വെഞ്ചർ ബിറ്റ്വീൻ ബാംഗ്ലാദേശ് ബേസ്ഡ് മാക്സ് ഗ്രൂപ്പ് ആൻഡ് ഇന്ത്യ ബേസ്ഡ് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി. ഓക്കെ, അപ്പോൾ ഈ കമ്പനീസിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. ബാംഗ്ലാദേശിൻ്റെ മാക്സ് ഗ്രൂപ്പും ഇന്ത്യ ബേസ്ഡ് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നോൺ ക്രിട്ടിക്കൽ വർക്ക്സ് എല്ലാം ചെയ്യാൻ പോകുന്നത്. 20ാമത്തെ ചോദ്യം. Which of the state has the Seema Darshan project been approved? Recently ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നതാണ് Seema Darshan project. ഓക്കെ, ഇപ്പോൾ Seema Darshan project റീസെൻ്റ്ലി അപ്രൂവ് ചെയ്തത് ഏത് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ്? അപ്പോൾ ഒബ്വിയസ്ലി ബോർഡർ ഏരിയാസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിലേതാണ്? ഓപ്ഷൻ എ ഗുജറാത്ത് ആണ്. ഓക്കെ, ഗുജറാത്താണ് ഗുജറാത്തിലെയാണ് Seema Darshan project അപ്രൂവ് ആയിരിക്കുന്നത്. ഇൻഡോ പാക് ബോർഡർ വ്യൂയിങ് പോയിന്റ് ഇൻ നഡാബേറ്റ് ഇൻ ഗുജറാത്ത് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദിൽ നിന്ന് 188 കിലോമീറ്റേഴ്സ് ആണ്. ലൊക്കേറ്റഡ് ഇൻ റാൻ ഓഫ് കച്ച് റീജിയൻ, ഓൾസോ നോൺ ആസ് വാഗ ഓഫ് ഗുജറാത്ത്. ഓക്കെ, അപ്പോൾ ഈ ഏരിയ നമ്മൾ പറയുന്നത് വാഗ ഓഫ് ഗുജറാത്ത് എന്നാണ് ഇതിനെ പറയുന്നത്. ഇൻഡോ പാക് ബോർഡർ ആണ്. ഇൻഡോ പാക് ബോർഡർ വ്യൂയിങ് പോയിന്റ് ഇൻ നഡാബേറ്റ് ഇൻ ഗുജറാത്ത്. ഇത് എവിടെയാണ്? അഹമ്മദാബാദിൽ നിന്ന് 188 കിലോമീറ്റർ 188 കിലോമീറ്റേഴ്സ് ഉണ്ട്. റാൺ ഓഫ് കച്ചിലാണ്. ഇതിനെ നമ്മൾ വാഗ ഓഫ് ഗുജറാത്ത് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് 0 പോയിന്റ് ആണ്. ബിഗ്ഗസ്റ്റ് അട്രാക്ഷൻ ഓഫ് ദി Seema Darshan project is the access provided to the civilians to view the fencing international border with the Pakistan at 0 point. This is guarded round the clock by BSF, Border Security Force in Banaskantha district of Gujarat. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. 21ാമത്തെ ചോദ്യം. 21st question. Who received the Padma Shri in 2017 for his contribution to Limbu language and literature? ലിംബു ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിന് ആർക്കാണ് പത്മശ്രീ കൊടുത്തത് ഇൻ 2017 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ബിർഖ ബഹാദൂർ മുറിംഗ്ല. ഓക്കെ, ബിർഖ ബഹാദൂർ മുറിംഗ്ലയ്ക്കാണ് പത്മശ്രീ ലഭിച്ചത് 2017 ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ലിംബു ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. സോ ഈ ലിംബു ലാംഗ്വേജ് എന്ന് പറയുന്നത് സിക്കിമിൽ
അവിടുത്തെ ഒരു അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലിംബു ലാംഗ്വേജ് in India, the state of Sikkim has recognized Limbu language as an additional official language for the purpose of preservation of culture and tradition in the state. Okay, അപ്പോൾ ഇന്ത്യയിൽ സിക്കിം സ്റ്റേറ്റ് ആണിത് അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ലിംബു ലാംഗ്വേജിന്. 22ാമത്തെ ചോദ്യം നോക്കാം. ഹ്യൂമൻ ഇൻസുലിൻ is being commercially produced from the transgenic species of Mycobacterium, Rhizobium, Saccharomyces or Escherichia. അപ്പോൾ ഹ്യൂമൻ ഇൻസുലിൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻസുലിൻ പാൻക്രിയാസിൻ്റെ ബീറ്റാ സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ. ഗ്ലൂക്കോസിൻ്റെ റെസ്പോൺസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ യൂഷ്വലി എന്താ ചെയ്യുന്നത്, നമ്മൾ ഇഞ്ചെക്ഷൻസ് എടുക്കാറുണ്ട്, ഇൻസുലിൻ ഇഞ്ചെക്ഷൻസ് എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഇൻസുലിൻ ഇഞ്ചെക്ഷൻസ് ആദ്യമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കാറ്റിൽ നിന്ന്, ബൊവൈൻ എന്ന് പറയുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിന് പല അലർജീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ തന്നെ അത്രയും അടുത്ത് എത്തുന്ന രീതിയിലുള്ള ഉണ്ടാക്കാനായിട്ടുള്ള പുതിയ കമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്ജീനിക് സ്പീഷീസ് ഓഫ് ഒരു ബാക്ടീരിയയിൽ അകത്തത് ഇൻജെക്ട് ചെയ്തിട്ട്. അപ്പോൾ ബാക്ടീരിയ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇൻസുലിനും പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏത് ബാക്ടീരിയ ആണ് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എസ്ചെറിച്ചിയ ആണ്. ഓക്കെ, എസ്ചെറിച്ചിയ ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സ്പീഷീസ്. So human insulin is produced from genetically engineered E. coli, Escherichia coli. By using genetic engineering or recombinant DNA technology, insulin producing genes from human beings have been transferred to E. coli. Okay, അപ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻസ് ഹ്യൂമൻസിൽ നിന്ന് അത് E. coliയിലേക്ക് കൊടുക്കും. അപ്പോൾ E. coli പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതനുസരിച്ച് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നൗ ഇൻസുലിൻ ഇറ്റ്സ് എ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ്, നമുക്കറിയാം. അതിന് ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം എന്താണ് ഉണ്ടാവുന്നത്? ഡയബറ്റീസ് മെലിറ്റസ് ആണ് ഉണ്ടാവുന്നത്. അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് എല്ലാം വളരെയധികം കൂടിപ്പോകും. 23ാമത്തെ ചോദ്യം. ഡാഷ് പാസസ് ത്രൂ ദ മിഡിൽ ഓഫ് ഇന്ത്യ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ആർക്ടിക് സർക്കിൾ ഓർ ഇക്വേറ്റർ. ഇതിലേതാണ് ഇന്ത്യയുടെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഡയഗ്രാം ഒന്നും തരില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഞാനിത് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടാൽ അറിയാം ഇന്ത്യയുടെ സെൻറ്ററിലൂടെ പോകുന്നത് ഏതാണ്? ആർക്ടിക് സർക്കിൾ ആണോ? അല്ല. ഇന്ത്യ എവിടെ ഇരിക്കുന്നത്? ഇവിടെയാണ് ഇന്ത്യ വരുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ സെൻറ്ററിലൂടെ പോകുന്നത് ആരാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് പാസസ് ത്രൂ ദ മിഡിൽ ഓഫ് ഇന്ത്യ. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഡയഗ്രാം ഒന്നും എക്സാമിന് വരില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുത്തേ ഉള്ളൂ. സോ ദാറ്റ് നിങ്ങൾക്ക് ബാക്കിയുള്ളതിൻ്റെയും കൂടി ലൊക്കേഷൻ ഒരു ഐഡിയ കിട്ടും. ആർക്ടിക് സർക്കിൾ എവിടെയാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എവിടെ കൂടിയൊക്കെയാണ് പോകുന്നത്, ഇക്വേറ്റർ എവിടെയാണ് വരുന്നത്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അന്റാർട്ടിക് സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയൊരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. സോ ശരിയായ ഉത്തരം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. സോ ഇതിലും കൊടുത്തിട്ടുണ്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇന്ത്യയുടെ മിഡിലിലൂടെ പാസ് ചെയ്യുന്നു. സോ 8 സ്റ്റേറ്റ്സ്, ഇന്ത്യൻ സ്റ്റേറ്റ്സിലൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഈ 8 സ്റ്റേറ്റ്സ്? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് പോകാം. അതായത് വെസ്റ്റ് ടു ഈസ്റ്റ്: ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറം. ഓക്കെ, അപ്പോൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, അതുപോലെ വെസ്റ്റ് ബംഗാൾ ആൻഡ് ഇവിടെ വരുമ്പോഴേക്കും ത്രിപുര ആൻഡ് മിസോറം. ഇതാണ് 8 സ്റ്റേറ്റ്സ്. 24ാമത്തെ ചോദ്യം. ആർ പ്രജ്ഞാനന്ദ റീസെൻ്റ്ലി ബിക്കേം ദ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ ഇൻ വിച്ച് ഗെയിം ഓർ സ്പോർട്ട്? അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് സ്പോർട്ടിലാണ് നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. നമ്മൾ പണ്ട് പറയായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ അല്ലേ. അപ്പോൾ ആരാണ്? ചെസ് പ്ലെയർ. ചെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുക്കുന്നത്. സോ ആർ പ്രജ്ഞാനന്ദ റീസെൻ്റ്ലി ബിക്കേം ദ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ ഇൻ ചെസ്. ഓക്കെ, ഓപ്ഷൻ ഡി ചെസ്. സോ ഇതാണ് ആർ പ്രജ്ഞാനന്ദ. ഇന്റർനാഷണൽ മാസ്റ്റർ ടൈറ്റിൽ കിട്ടി അദ്ദേഹത്തിന് ഈ കുട്ടിക്ക് 10ാമത്തെ വയസ്സിൽ. ഓക്കെ, 10ാമത്തെ വയസ്സിൽ ഇന്റർനാഷണൽ മാസ്റ്റർ ടൈറ്റിൽ കിട്ടി. അപ്പോൾ ആ ഏജിൽ ഏറ്റവും യങ്ങസ്റ്റ് പേഴ്സൺ ആയിരുന്നു ടു ഗെറ്റ് ദാറ്റ് ഇന്റർനാഷണൽ മാസ്റ്റർ ടൈറ്റിൽ എന്ന് പറയുന്നത്. പിന്നെ 12ാമത്തെ വയസ്സിലാണ് ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ കിട്ടിയത്. സെക്കൻഡ് യങ്ങസ്റ്റ് ടു ഗെറ്റ് ദാറ്റ് ടൈറ്റിൽ ആണ്. പിന്നെ 22 ഫെബ്രുവരി 2022 അറ്റ് ദ ഏജ് ഓഫ് 16 he became the youngest player ever to defeat the current world champion. Current world champion ആരാണ് ചെസ്സിൽ? മാഗ്നസ് കാൾസൺ ആണ്.
സോറി. അപ്പോൾ കറണ്ട് വേൾഡ് ചാമ്പ്യൻ ആയ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ യങ്ങസ്റ്റ് പ്ലെയറായി 22 ഫെബ്രുവരി 2022. അപ്പോൾ റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്നത് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ ഹി ബിലോങ്സ് ടു ചെന്നൈ, തമിഴ്നാടു, ആൻഡ് ഇസ് എ യങ്ങർ സിബ്ലിംഗ് ഓഫ് വിമൺ ഗ്രാൻഡ് മാസ്റ്റർ. ഓക്കെ. അപ്പോൾ ഈ കുട്ടിയുടെ ചേച്ചി, സിസ്റ്ററും ഗ്രാൻഡ് മാസ്റ്ററാണ്, വിമൺ ഗ്രാൻഡ് മാസ്റ്ററാണ് ആർ വൈശാലി. ഓക്കെ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്ത് വയ്ക്കാം. 25ാമത്തെ ചോദ്യം. With which of the following game or sport Salt Lake World Cup is associated? Salt Lake World Cup ഏത് ഗെയിമിനോട് അല്ലെങ്കിൽ സ്പോർട്ടിനോട് അസോസിയേറ്റഡ് ആണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആർച്ചറിയോട് റിലേറ്റഡ് ആണ് സോൾട്ട് ലേക്ക് വേൾഡ് കപ്പ്. BJP's 5-time MLA Jairam Thakur was sworn in as the 14th Chief Minister of. അപ്പോൾ എല്ലാം ചീഫ് മിനിസ്റ്റേഴ്സും പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാവുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ എവിടുത്തെ ചീഫ് മിനിസ്റ്ററാണ് ജയറാം ഠാക്കൂർ? ഹിമാചൽ പ്രദേശിലെ ചീഫ് മിനിസ്റ്ററാണ്. ഓക്കെ. ഹിമാചൽ പ്രദേശിലെ ചീഫ് മിനിസ്റ്ററാണ് ജയറാം ഠാക്കൂർ. അപ്പോൾ ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശാണ് ശരിയായ ഉത്തരം. He is a 5 times MLA in Himachal Pradesh Assembly, winning continuously since 1998, and has previously served as cabinet minister in the BJP government of Himachal Pradesh. The function of nervous tissue is to conduct messages in half part of the body, in the lower part of the body, in the upper part of the body, throughout the body. Nervous tissues മെസ്സേജസ്, ഇമ്പൾസസ് ക്യാരി ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ നെർവസ് ടിഷ്യൂസ് എവിടെയാണ് ഇമ്പൾസസ് അല്ലെങ്കിൽ മെസ്സേജസ് ക്യാരി ചെയ്തത്? ത്രൂ ഔട്ട് ദ ബോഡി അല്ലേ. നമ്മുടെ കംപ്ലീറ്റ് ബോഡിയിൽ നെർവ്സ് ഉണ്ട്. ആ നെർവ്സ് ആണ് ഇമ്പൾസസ്, മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഡി ത്രൂ ഔട്ട് ദ ബോഡിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ത്രൂ ഔട്ട് ദ ബോഡി. നെർവസ് ടിഷ്യൂസ് ആർ ന്യൂറോൺസ്. ഓക്കെ. ന്യൂറോൺസ് ആണ്. ആൻഡ് ന്യൂറോൺസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് സെൽ ഇൻ ദ ബോഡിയാണ്. നമ്മുടെ ബോഡിയിലെ ഏറ്റവും നീളം കൂടിയ സെല്ല്, വലിയ സെല്ലല്ല, നീളം കൂടിയ സെൽ, ഏറ്റവും ലോങ്ങസ്റ്റ് സെൽ ഇൻ ദ ഹ്യൂമൻ ബോഡിയാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ദേ ഡു നോട്ട് ഡിവൈഡ്. ഓക്കെ. ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ന്യൂറോൺസിന് ഇല്ല. ഇത് കൊടുത്തിരിക്കുന്നതാണ് ന്യൂറോൺസ്. ന്യൂറോണിൻ്റെ മെയിൻ പാർട്സ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് സെൽ ബോഡി. ഓക്കെ. ഈ കാണുന്നത് ഇങ്ങനെ ഇത് ബ്രാഞ്ചസ്, ഇതാണ് ഡെൻഡ്രൈറ്റ്സ്. ആൻഡ് ഇവിടുന്ന് കാണുന്ന ഈ ടെയിൽ പോലെ ഇരിക്കുന്ന പാർട്ടാണ് ആക്സോൺ. ഓക്കെ. അപ്പോൾ മെയിൻ 3 പാർട്സ് ആണുള്ളത്. സെൽ ബോഡി, നടുക്ക് സെൽ ബോഡി വരുന്നു. ഓക്കെ. സെൽ ബോഡി, പിന്നെ ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ആക്സോൺസ്. ഇതിൽ ഇമ്പൾസ് റിസീവ് ചെയ്യുന്ന പാർട്ടാണ് ഡെൻഡ്രൈറ്റ്. അപ്പോൾ ഇപ്പുറത്ത് വേറൊരു ന്യൂറോൺ ഇതുപോലെ തന്നെ കാണും അല്ലേ. അപ്പോൾ ആ ന്യൂറോണിൽ നിന്ന് റിസീവ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. അത് കഴിഞ്ഞ് സെൽ ബോഡിയിലൂടെ ആക്സോണിലൂടെ അതിങ്ങനെ കൊടുക്കും. ഓക്കെ. അപ്പോൾ അടുത്ത സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആക്സോൺ വഴിയാണ്. റിസീവ് ചെയ്യുന്ന ആരാണ്? ഡെൻഡ്രൈറ്റ് വഴിയാണ് ഇമ്പൾസസ് റിസീവ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ് ബിലോങ്സ് ടു ടെറിഡോഫൈറ്റ? ഈ കൊടുത്തിരിക്കുന്നതിൽ ടെറിഡോഫൈറ്റയിൽ വരുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ എല്ലാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സിൽ നമ്മൾ ക്രിപ്റ്റോഗ്യാംസ് ആൻഡ് ഫാനറോഗ്യാംസ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്ലവറിംഗ് ആൻഡ് നോൺ ഫ്ലവറിംഗ് എന്ന് പറഞ്ഞ ഫ്രൂട്ട് ബെയറിംഗ്, നോൺ ഫ്രൂട്ട് ബെയറിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിപ്റ്റോഗ്യാംസ് ആൻഡ് ഫാനറോഗ്യാംസ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ക്രിപ്റ്റോഗ്യാംസിൽ വരുന്നതാണ് താലോഫൈറ്റ, ബ്രയോഫൈറ്റ ആൻഡ് ടെറിഡോഫൈറ്റ അല്ലേ. ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് താലോഫൈറ്റ, വെറും ഒരു താലസ് പോലെ ഇരിക്കുന്നു. പിന്നെ ബ്രയോഫൈറ്റ, അതിൽ കൂടുതലും വരുന്ന ആൽഗകളാണ്. ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ഈ പറഞ്ഞ പോലെ ബ്രയോഫൈറ്റ. പിന്നെ ടെറിഡോഫൈറ്റ വരുന്നു. ഓക്കെ. സോ ഇതിൽ ടെറിഡോഫൈറ്റയിൽ വരുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മെർസീലിയാണ് വരുന്നത്. ബാക്കിയെല്ലാം ഈ ചാറ, യൂലോത്രിക്സ്, ക്ലാഡോഫോറ ഇതെല്ലാം തന്നെ ആൽഗേസ് ആണ്. അപ്പോൾ ഇതെല്ലാം ബ്രയോഫൈറ്റയിലാണ് വരുന്നത്. ഓക്കെ. ടെറിഡോഫൈറ്റയിൽ വരുന്നത് മെർസീലിയാണ്. ഓക്കെ. മെർസീലിയാണ് ടെറിഡോഫൈറ്റയിൽ വരുന്നത്. സോ നമ്മൾ ടെറിഡോഫൈറ്റയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മോയ്സ്റ്റ് ആൻഡ് ഷെയ്ഡി പ്ലേസസിലാണ് ഇത് വളരുന്നത്. ആൻഡ് ദേ അവോയ്ഡ് ഡയറക്റ്റ് സൺലൈറ്റ്. ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ് ടെറിഡോഫൈറ്റ എന്ന് പറയുന്നത്. ട്രൂ ബോഡി ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ്. ദേ ഹാവ് വാസ്കുലർ ടിഷ്യൂ. നോ ഫ്ലവേഴ്സ് ഓർ സീഡ്സ് ഫോർ റീപ്രൊഡക്ഷൻ. ദേ ഹാവ് സ്പോർസ് ഓൺ ദ ലീവ്സ്. അതിനെയാണ് സ്പോറോഫിൽ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് മെർസീലിയ കൂടാണ്ട് ഫേൺസും ഹോസ്റ്റെയിൽസ് ഒക്കെ വരുന്നത്. യൂളോത്രിക്സ്, അതുപോലെ ക്ലാഡോഫോറ, ടാറ ഇതെല്ലാം ആൽഗേസ് ആണ്. ആൻഡ് ദേ ബിലോങ് ടു താലോഫൈറ്റ.
വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഇക്കോണമി വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് FDI? FDIൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എക്കോണമിയിൽ വരുന്ന പാർട്ടാണ് FDI. FDIൻ്റെ ഫുൾ ഫോം എന്താണ്? FDI എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഞാൻ ഇതെല്ലാം ഓപ്ഷൻസും വായിച്ച് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല, നേരിട്ട് ആൻസർ പറഞ്ഞുതരാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് FDI. ഓക്കെ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് FDI എന്ന് പറയുന്നത്. സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇസ് എ പർച്ചേസ് ഓഫ് ആൻ ഇൻട്രസ്റ്റ് ഇൻ എ കമ്പനി. ഇപ്പോൾ കമ്പനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റുകൾ മേടിക്കുക. സോ 10% അല്ലെങ്കിൽ അതിലധികം ഇൻട്രസ്റ്റ് ഒരു ഫോറിൻ കമ്പനി വന്ന് മേടിക്കുക. സോ പർച്ചേസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എ കമ്പനി ബൈ എ കമ്പനി ഓർ എൻ ഇൻവെസ്റ്റർ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇറ്റ്സ് ബോർഡർ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കമ്പനിയിൽ ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ളൊരു കമ്പനി വന്ന് മേടിക്കുക, അതിനെയാണ് നമ്മൾ FDI എന്ന് പറയുന്നത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നൗ ഇന്ത്യസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് FDI ടു GDP റേഷ്യോ, FDI ടു GDP റേഷ്യോ അത് 2.7 ആയി കുറഞ്ഞിരിക്കുകയാണ് ഇൻ ദ ഫിസിക്കൽ ഇയർ എൻഡിങ് March 31, ഓക്കെ, 2022 ഫ്രം 3.1 ഇൻ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ ഇറ്റ് വാസ് 3.1, ഇപ്പോൾ അത് കുറഞ്ഞ് 2.7% ആയി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയിൻറ്റിങ്സ് ആർ ഫേമസ് ഇൻ ബീഹാർ? ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ പെയിൻറ്റിങ്സ് ആണ്. ഇതിൽ ബീഹാറിലെ ഫേമസ് പെയിൻറ്റിങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കലംകാരി, തമാശ, മധുബനി ഓർ ബാനി ഥാനി, ഇതിലേതാണ് ബീഹാറിലെ ഫേമസ് പെയിൻറ്റിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മധുബനിയാണ്. മധുബനി ബീഹാറിലെ ഫേമസ് പെയിൻറ്റിങ് ആണ്. സോ മധുബനിയാണ് ശരിയായ ഉത്തരം. കലംകാരി ആന്ധ്രാപ്രദേശിലെ പെയിൻറ്റിംഗ് ആണ്. ബാനി ഥാനി ആൻഡ് തമാശ ഇത് രണ്ടും രാജസ്ഥാനിലേതാണ്. ഓക്കെ, രാജസ്ഥാനിലെ ബാനി ഥാനി എന്ന് പറയുന്നത് കിഷൻഗഡ് സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിൽ വരുന്നതാണ്. രാജസ്ഥാനി സ്കൂൾ ഓഫ് പെയിൻറ്റിങ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് പല പല കാറ്റഗറീസ് ഉണ്ട്. അതിൽ കിഷൻഗഡ് സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിൽ വരുന്നതാണ് ബാനി ഥാനി. ആൻഡ് തമാശ, തമാശ എന്ന് പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന മഹാരാഷ്ട്രയിലെ ഡാൻസ് ഫോം ആണ്, അല്ല തിയേറ്റർ ആണ് പറയുന്നത്. ഇതല്ല, രാജസ്ഥാനിലെ തന്നെ ഒരു പെയിൻറ്റിങ്ങിനെയും നമ്മൾ തമാശ എന്ന് പറയാറുണ്ട്. അതാണ് മേവാർ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, മേവാർ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിൽ വരുന്നതാണ് തമാശ എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ സെഷനിൽ നമ്മൾ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ജനറൽ അവയർനെസ്സിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെഷൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.